കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചന ശുശ്രൂഷയിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം എഫേസ്യ ലേഖനം 4:30. എഫേസ്യ ലേഖനം 4:30. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് നാം പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കർത്താവ് വിശുദ്ധനാകൊണ്ട് നാമും വിശുദ്ധരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ബലഹീനതകളെ കർത്താവിന് അറിയാം. എങ്കിൽ തന്നെയും നാൾതോറും നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ശത്രുതയിലാണ്. കാരണം ജഡം എപ്പോഴും നമ്മെ ജഡീകമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ജഡാഭിലാഷങ്ങളെ ജയിക്കാനായിട്ടും പാപം ചെയ്യാതിരിക്കാനായിട്ടും സാധ്യമാകുകയുള്ളൂ. എങ്കിൽ തന്നെയും നമുക്ക് ആദാമിൻ്റെ പ്രകൃതി നമുക്കുള്ളതുകൊണ്ട് നാം പാപത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാപത്തോട് നാം നിരന്തരം പോരാടിക്കൊണ്ടേയിരിക്കണം. ആ ഒരു പോരാട്ടമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ച്, അല്ലെങ്കിൽ അതൊരു വെല്ലുവിളിയാണ് നമുക്ക്. എന്നാൽ ഈ വെല്ലുവിളിയെ നേരിടുവാൻ നമുക്ക് എവിടെ നിന്നാണ് കൃപ ലഭിക്കുന്നത്? നാം ആത്മാവിൻ്റെ ആ ഉച്ചാരണങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പാപത്തെ വെറുക്കുന്നു. പാപം കൂടാതെ ജീവിക്കാനായിട്ട് നാം പരിശ്രമിക്കുകയും കർത്താവ് നമ്മെ അതിന് സഹായിക്കുകയും ചെയ്യും. എങ്കിൽ തന്നെയും മനുഷ്യൻ്റെ ആ പ്രകൃതി എന്ന് വെച്ചാൽ അങ്ങനെ ആയതുകൊണ്ട് ആ നിരന്തരമായിട്ട് ഈ പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നാം എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം മാത്രം നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ജയജീവിതം ഈ ലോകത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് എന്താണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെ: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായത് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അതായത് ലോകത്തിന് അല്ലെങ്കിൽ ലൗകികർക്ക് അതിനെ ലഭിക്കുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നാമും പരിശുദ്ധാത്മാവും തമ്മിൽ എപ്പോഴും യോജിച്ചിരിക്കുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. ഇത് പുതിയ നിയമ വിശ്വാസിയുടെ അവസ്ഥയാണിത്. അതായത് ദൈവം നമ്മോടുകൂടെ എപ്പോഴും വസിക്കുന്ന അവസ്ഥ. എന്നാൽ പഴയ നിയമത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. പാപം ചെയ്ത് ആ പാപബോധം വന്നപ്പോൾ ദാവീദ് നിലവിളിക്കുകയാണ്, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ പ്രത്യേകമായ ദൗത്യത്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളിൽ വന്നിരുന്നത്. ഓരോ വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് ഓരോ കൃത്യങ്ങൾ അല്ലെങ്കിൽ ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ക്രൂശിൽ നാം വിശ്വസിച്ച് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. നാം ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയും നമ്മോടുകൂടെ പരിശുദ്ധാത്മാവ് എപ്പോഴും വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അവസ്ഥയിലാണ് നാം
വിശ്വാസികളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നാം പാപം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നടക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകുകയില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, പരിശുദ്ധാത്മാവ് വേദനിക്കും. അത് നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും. കാരണം വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മെ ഹേമിക്കുമ്പോൾ നാം തെറ്റ് ചെയ്തു പോയല്ലോ കർത്താവേ, നിനക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ അനുസരിക്കാതെ പോയല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അത് നമുക്ക് വലിയ മനപ്രയാസമായി തീരുന്നു. അപ്പോൾ ഇതങ്ങനെ ഒരു ദുഃഖമുള്ള അവസ്ഥയിലേക്ക് നാം വീഴുകയാണ്. നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതുകൊണ്ട് നാമും ദുഃഖിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥ വരാതിരിക്കാനായിട്ട് നാം എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കാതെ പാപത്തിൽ നിന്നും ഒഴിഞ്ഞ് ജീവിക്കണം. പാപത്തെ വെറുക്കണം. പാപത്തെ വെറുത്താൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ആയിരിക്കുകയുള്ളൂ. അങ്ങനെ തീരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ അനുസരണത്തിലേക്ക് വരുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.